സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ ഒരു ചിത്രം മേഴ്സി പാണ്ഡ്യത്ത് ഞാൻ പ്രത്യേകം ഈ ഇലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ചെക്ക് ചെയ്തത് മേഴ്സി മാമ ജയിച്ചോ. വളരെ സന്തോഷം തോന്നി മേഴ്സി മാമ വിജയിച്ചു എന്ന വാർത്ത കണ്ടപ്പോൾ. മേഴ്സി മാമ കോൺഗ്രസ്സുകാരി തന്നെയാണ്. കോൺഗ്രസ്സുകാരി എന്നതിലപ്പുറമായിട്ട് മേഴ്സി മാമ ഒരു പെന്തക്കോസ്തുകാരിയൊന്നുമല്ല, ഒരു മാർത്തോമ വിശ്വാസിയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പെന്തക്കോസ്തുകാർ എങ്ങനെയാണ് ഒരു ആത്മീക ഉണർവോടുകൂടെ ജീവിക്കുന്നത്, അങ്ങനെ ജീവിക്കുന്ന ഒരു സഹോദരിയാണ് പ്രിയപ്പെട്ട മേഴ്സി മാമ. ഈ പല റാന്നിയിലെ കൺവെൻഷൻ സ്റ്റേജുകളിലും പെന്തക്കോസ്തുകാരേക്കാൾ തകർത്ത് പ്രസംഗിക്കുന്ന, ആത്മനിറവോട് പ്രസംഗിക്കുന്ന ഒരു നേതാവാണ് മേഴ്സി മാമ. റാന്നി അങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡൻ്റാണ് മേഴ്സി മാമ. മേഴ്സി മാമ റാന്നിയിലെ ഒരു യൂണിയൻ കൺവെൻഷനിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇപ്രാവശ്യവും അങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മേഴ്സി മാമ വിജയിച്ചു. പ്രസംഗിക്കുന്ന ഒരു ദൈവദാസി എന്ന നിലയിലാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ മേഴ്സി മാമ എത്തിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. രാത്രി ഞങ്ങൾ ഒന്നിച്ച് ഈ ആലയത്തിലായിരിക്കുന്ന കർത്താവേ, രാത്രി കൂട്ടിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ് രാത്രി സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുവാൻ, എൻ്റെ ആരാധനയ്ക്ക് യോഗ്യനായ എൻ്റെ കർത്താവിനെ ഒന്നിച്ച് ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വിലപ്പെട്ട നിമിഷത്തിനായി സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കൂട്ടിക്കൊണ്ടുവന്ന ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനം അങ്ങയുടേതാണ്, അടിയങ്ങൾ അങ്ങയുടേതാണ്. ഇന്ന് രാത്രി എഴുതപ്പെട്ട അതേ ആത്മാവിൽ മനുഷ്യ ശബ്ദം കേട്ട് കുടുങ്ങിയ അടിയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സംസാരിക്കേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ മുൻപിലും എൻ്റെ അടുത്തുമൊക്കെ ഇരിക്കുന്നവർ എന്നെക്കാൾ ഒട്ടും മോശക്കാരല്ല, ദൈവവചനവുമായി വളരെ പ്രാഗൽഭ്യമുള്ളവരാണ്. എന്നാൽ നിങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി കാലം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. വചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഈ വിലപ്പെട്ട നിമിഷത്തെ ഓർത്ത് ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് കുടുംബമായി കടന്നു വരുവാൻ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം സഹായിച്ചൊരു 5:30 ആയപ്പോൾ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വെളിയിലോട്ട് നോക്കിയപ്പോൾ നല്ല മഴച്ചാറ്റൽ. ഞാൻ അന്നേരം മനസ്സിലോർത്ത്, ദൈവമേ, ഇന്ന് 2 വീലറിൽ വരുന്ന ആർക്കും ഇന്ന് യോഗത്തിന് വരാൻ ഒക്കത്തില്ലല്ലോ എന്ന് ഭാരപ്പെട്ടൊന്ന് ഇച്ചിരിയൊക്കെ ഒന്ന് കറങ്ങി നോക്കിയപ്പോൾ അന്തരീക്ഷം നല്ലതായിട്ട് ക്ലിയർ ആയിട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കൂട്ടിക്കൊണ്ടുവന്ന ജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴുതയ്ക്ക് കോപ്പിട്ടുകൊണ്ടോ കഴുതയുമായി പോകുവാൻ 2 ബാല്യക്കാരെയും വിളിച്ചുകൊണ്ടോ അബ്രഹാം തൻ്റെ മകനുമായി മോറിയ ദേശത്തേക്ക് പോകുകയാണ്. എന്നാൽ നാം അവിടെ വായിക്കുന്നു, പോകുവാൻ ഒരുങ്ങുമ്പോൾ യാഗം കഴിക്കുവാനുള്ള വിറകെടുത്തതായി നാം വായിക്കുന്നു. വിറക് കൊണ്ടുപോയത് കീറിയ വിറക്. ഇന്ന് രാത്രി അവിടെ നാം പ്രത്യേകം നാം ശ്രദ്ധിക്കണം. വിറക് യാഗത്തിന് കീറിയാണ് അബ്രഹാം കൊണ്ടുപോയത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിലായിരിക്കുന്ന മുട്ടുകൾ കീറിയാൽ മാത്രമേ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് ബോധിപ്പിക്കുന്ന എവിടെയൊക്കെ ഇന്ന് രാത്രി പിളർക്കപ്പെടണമോ, നാം ഇന്ന് രാത്രി ദൈവസന്ധി നമ്മെ ഏൽപ്പിച്ചുകൊണ്ടോ അബ്രഹാം വിറക് കീറി എടുത്തുകൊണ്ടോ യാഗത്തിന് വേണ്ടി പോയതായി നാം അവിടെ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ബാല്യക്കാർ മകനുമായി കടന്നു പോകുന്നു. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അബ്രഹാം ദൂരെ നിന്ന് ദേശം കണ്ടു. ബാല്യക്കാരെ അവിടെ നിർത്തിയിട്ട് അടുത്ത വാക്യമാണ് പ്രധാനം. നിങ്ങൾ ഇവിടെ നിൽക്കണോ, ഞാനും മകനുമായി പോയി ആരാധന കഴിച്ചു വരാം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസം ഇന്ന് രാത്രി ഓർക്കണം പ്രിയപ്പെട്ടവരെ. തൻ്റെ മകനുമായി പോകുന്ന ഒരു പിതാവിന്റെ യാത്ര, ആ ബാല്യക്കാരെ നിർത്തിയതിനു ശേഷം മകനും അപ്പനും കൂടെ കടന്നു പോകുന്നു. വിറക് കെട്ടി മകന്റെ തോളിൽ വെച്ചു. പിതാവ് കത്തിയും തീയും കയ്യിലെടുത്തു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. തീ പരിശുദ്ധാത്മാവാകുന്ന തീ, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പൻ തീയെടുത്തു, കത്തിയെടുത്തു. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും സന്ധി മഞ്ഞകളെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനവുമായി പ്രിയ മകനുമായി അബ്രഹാം യാത്ര പോകുന്നു. ഹല്ലേലൂയ. അപ്പന്റെ മോന്റെ യാത്രയിൽ നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടല്ലോ.
നമ്മുടെ കുഞ്ഞുങ്ങളുമായി ഒന്നിച്ചു പോകുന്ന യാത്രയിലോ ഈ യാത്ര നാം ഒന്ന് മനസ്സിൽ കരുതി നോക്കണോ. യാത്രയിൽ അപ്പനോട് മകനൊരു ചോദ്യമുണ്ട്, അപ്പാ വിറകുണ്ടോ, തീയുണ്ടോ? ഹല്ലേലൂയ, യാഗത്തിനുള്ള ആടെവിടെ? അബ്രഹാമിന്റെ മറുപടി ഹല്ലേലൂയ വളരെ അർത്ഥവത്ത് നാം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവം നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അബ്രഹാം കടന്നു പോകുന്ന യാത്ര അകത്ത് ഹല്ലേലൂയ വേദനാജനകമായ ഒരു പിതാവിന്റെ വേദന, മകനുമായി കടന്നു പോകുന്ന യാത്രയിൽ അബ്രഹാമിന്റെ വിശ്വാസം, മകനെ ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. അവർ യാത്രയെന്ന് അബ്രഹാം യാഗപീഠമൊക്കെ പണിതു, മകനെ യാഗപീഠത്തിന്റെ മേൽ കിടത്തി. ഹല്ലേലൂയ. കത്തിയെടുത്തോങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത്, പിൻപുറത്താട് കിടക്കുന്നു. ആടെപ്രകാരമുള്ളതാണ്. അതാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തിയെ പറ്റി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കൊമ്പ് കുരുങ്ങിയ ഒരാട്. ഹല്ലേലൂയ. കഴുത്ത് കുരുങ്ങിയ ആടാണെങ്കിൽ ആട് ചത്തയാടാണ്. യാഗത്തിന് ചത്തയാടിനെ കൊള്ളുകയില്ല പ്രിയപ്പെട്ടവരെ. എന്റെ ദൈവം അബ്രഹാമിന് വേണ്ടി, അബ്രഹാമിന്റെ വിശ്വാസം വർദ്ധിക്കുമാറ് ആട് കിടക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു അബ്രഹാം മകനുമായി പോകുമ്പോൾ തന്നെ ദൈവം ഒരു പക്ഷേ അവിടെ ആടിനെ ഒരുക്കിയിരിക്കും. അബ്രഹാമിന്റെ വിശ്വാസം ഇന്ന് രാത്രി ഓർക്കണം പ്രിയപ്പെട്ടവരെ. ആടുണ്ടെന്നോർത്തല്ല മകന്റെ മേലെ വാളോങ്ങിയത്, അല്ലെങ്കിൽ ദൈവം അവിടെ വെച്ചേക്കുമെന്നോർത്തല്ല വാളോങ്ങിയത്. അബ്രഹാമിനൊരു ഉറപ്പുണ്ട്, നിർജീവാവസ്ഥയിലോ ജീവൻ വെപ്പിക്കുവാൻ കഴിയുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് എന്തു വന്നാലും അതിനെ അതിജീവിക്കുവാൻ അല്ലെങ്കിൽ മടക്കി കൊടുക്കുവാൻ കഴിയുമെന്നോ ഈ അബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ആടിനെ കൊണ്ടുവന്ന് യാഗം കഴിച്ചതിന് ശേഷം അബ്രഹാം ആ സ്ഥലത്തിന് ഒരു പേരിട്ടു, യഹോവ യിരേ. ഹല്ലേലൂയ. ദൈവം കരുതുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിന്റെ മേലോ ഇതിന്റെ നടുവിൽ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവപൈതലേ, നിന്റെ വിഷയം എന്തുമായിക്കൊള്ളട്ടോ, ഇന്ന് രാത്രി എന്റെ ദൈവം കരുതുവാൻ ശക്തനാണ്. നീ ചോദിക്കുന്ന വിഷയത്തിന്റെ മേലോ, നീ ആഗ്രഹിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തോപരിയായി നിന്നേക്കാൾ മുന്നമേ അധികാലത്ത് നിന്റെ വിഷയങ്ങളുടെ മേൽ ദൈവം മറുപടി തരുവാൻ ശക്തനാണ്. എന്റെ ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമല്ല, മാറിപ്പോകുന്ന ദൈവമല്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേലോ മുന്നമേ അധികാലത്ത് നിനക്ക് വേണ്ടി വിഷയങ്ങളുടെ മേൽ പ്രതിഫലം തന്നുകൊണ്ട്, പരിഹാരം തന്നുകൊണ്ട് നിന്നെയും എന്നെയും മാനിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഈ കർത്താവ് വലിയവനാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ആരാധിച്ച് ഇവിടെ ഓർപ്പിച്ചല്ലോ, എല്ലാ നാമത്തിലും മേലായ നാമമുള്ളവൻ, എല്ലാ മുഴങ്കാലും മടങ്ങുന്നവൻ. ഹല്ലേലൂയ. എൻ്റെ ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ അവൻ ആധാർ കാർഡ് എടുക്കാൻ ഞങ്ങൾ ഒന്നിച്ചു പോയി പ്രിയപ്പെട്ടവരെ. അക്ഷയായി ചെന്നപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ്റെ കൈവിരൽ പതിപ്പിക്കണം. എൻ്റെ നേരെ ഇളയ ആങ്ങളെയാണ്. ഞാൻ അവരോട് പറയുക, അതിനിപ്പോൾ എൻ്റെ ആങ്ങളെയാ, ഞാൻ എൻ്റെ വിരൽ പതിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. കർത്താവിൻ്റെ പ്രവൃത്തി 139 സങ്കീർത്തനം 14 പറയുന്നു, നീ എന്നെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം നമ്മെ സകലതും മുഴുവനും അറിയുന്ന കർത്താവാണ്. നമുക്ക് ഒപ്പം വയ്ക്കുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യരില്ല. നമ്മുടെ കണ്ണിനൊപ്പം വയ്ക്കുവാൻ, നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ഒപ്പം വയ്ക്കുവാൻ ഇന്ന് ഈ ലോകത്തിൽ വേറെ ഒന്നില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഓർപ്പിച്ചത് അതുകൊണ്ടാണ്, സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചത്, നീ എന്നെ ഭയങ്കരവും അതിശയരുമായി സൃഷ്ടിച്ചിരിക്കുന്നു. ഈ കർത്താവ് കരുതുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി സകലതും നിർവഹിക്കുവാൻ, സകലതും ചെയ്തു തരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ ഒരു ഭക്തനായ MV ചെറിയാച്ചനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ അടുത്ത സമയത്ത് എവിടെയോ എനിക്ക് കേൾക്കുവാനിടയായി. ഏതാണ്ട് 80 വർഷം മുൻപുള്ള ഒരു സംഭവമാണ് MV ചെറിയാച്ചൻ്റെ. ബഹുമാനപ്പെട്ട അച്ഛനും അച്ഛനും ഒക്കെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാമായിരിക്കും. ഞാൻ ഈ അടുത്ത സമയത്താണ് കേൾക്കുവാനിടയായത്. ആ MV ചെറിയാച്ചൻ ഭക്തൻ്റെ ഭാര്യ ആദ്യ പ്രസവത്തിൽ തനിക്ക് പ്രസവ അസുഖമുണ്ടായപ്പോൾ അദ്ദേഹത്തെ സ്ത്രീയെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം അടുത്തുള്ള സ്വകാര്യ ആശുപത്രി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പൈസ ഇല്ല. എന്നാൽ കുറച്ച് ദൂരത്തിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം ഒരു കുതിരവണ്ടി, പൈസ ഇല്ലാതെ കടം പറഞ്ഞ് കുതിരവണ്ടിയുമായി അദ്ദേഹം ഈ ഭാര്യയുമായി ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ അഡ്മിറ്റൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ, കുറെ കഴിഞ്ഞപ്പോൾ നഴ്സുമാർ പ്രസവ വാർഡിൽ പുരുഷന്മാരെ നിർത്തുകയില്ലെന്ന് കേട്ടു.
ഓർപ്പിക്കട്ടു. അദ്ദേഹം മടങ്ങി ഭവനത്തിലേക്ക് വന്ന് തൻ്റെ ഭാര്യയുടെ ദയനീയമായ നോട്ടും ഒരുപക്ഷെ ഭാര്യ നഷ്ടപ്പെടുമോ എന്നുള്ള ആകുല ചിന്തയും കൊണ്ട് ഭവനത്തിൽ അദ്ദേഹം വളരെ വിഷമത്തോട് നിന്നപ്പോൾ അദ്ദേഹം തൻ്റെ ഭവനത്തിൽ നിന്ന് എഴുതിയ പാട്ടാണ് വൻവിനകൾ വന്നിടുകിലോ വലയുകയില്ല എൻ്റെ ഹൃദയം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഭക്തൻ തൻ്റെ വേദനയുടെ നടുവിൽ പറയുകയാണ്, വൻവിനകൾ വന്നിടുകിൽ. നാം ആ സമയം ഓർക്കണം പ്രിയപ്പെട്ടവരെ. സംഗീത പാട്ട് ഒരു ശീൽ പാടുമോ? ഒന്നിച്ച് വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ ഇതാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് പ്രതികൂലങ്ങളില്ലാതെ ഇല്ല. നാം ദൈവ പൈതലെങ്കിൽ നമുക്ക് നിമിഷം തോറും പ്രതികൂലങ്ങൾ. ഞാൻ പലയിടത്തും പറയാറുണ്ട്, സാധാരണക്കാർക്ക് അഗ്നിജാല ചെറിയാണ്, എന്നാൽ അഗ്നിജാല ദൈവമക്കൾ കേഴുമടങ്ങാണെന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. എന്നാൽ അതിന്റെ നടുവിൽ നിന്നെയും എന്നെയും എന്റെ ദൈവം അനാഥരായി വിടുകയില്ല. നാലാമതായി കടന്നു വന്നുകൊണ്ട് തീയുടെ ജാലയേൽക്കാതെ നിന്നെയും എന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും വേദനയോടിന്റെ നടുവിലുണ്ടെങ്കിലോ, ഞാൻ എന്റെ പ്രിയരെ അന്വേഷിച്ചിട്ട് എനിക്കുള്ളത് ഇതാണല്ലോ എനിക്കുള്ള ശിക്ഷ എന്നോർത്ത് ഭാരപ്പെട്ടോ ആരെങ്കിലും എന്റെ നടുവിലുണ്ടെങ്കിലോ, ഞാൻ ഓർപ്പിക്കട്ടോ, നിന്നെ തീയുടെ ജ്വാലയേൽക്കാതെ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമല്ലേ, നീ കർത്താവിന് വേണ്ടി ഓടുമ്പോൾ എന്റെ ദൈവം നിന്നെ മറക്കുന്ന ദൈവമല്ല. ഒരുപക്ഷെ അപ്പനും അമ്മയും മറന്നെന്ന് വരാം, പ്രിയപ്പെട്ടവർ ഓർത്തില്ലെന്ന് വരാം, എന്നാൽ നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഈ കഴിഞ്ഞ 18 നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത്, അന്ന് ഞങ്ങൾ ഇവിടെ നാട്ടിലില്ലായിരുന്നു. അന്ന് ഞാൻ ബ്ലോക്ക് മെമ്പർ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം ഞങ്ങൾ ഇവിടെ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ചില വാർഡുകളിലൊക്കെ ഒന്ന് പോയപ്പോൾ ഒരു 2 നിലയുള്ള വലിയൊരു വീട്ടിലൊരു അപ്പച്ചനും അമ്മച്ചിയും തന്നെ ഉണ്ട്. ഞാനിങ്ങനെ റോഡ് എവിടെ ഇങ്ങനെ അങ്ങോട്ട് പേട്ടയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ അപ്പച്ചനെ എനിക്ക് കാണുവാനിടയായി തീർന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ വെള്ളം പൊങ്ങിയപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറിയോ? ഉടനെ എന്നോട് പറഞ്ഞു, മേഴ്സി ധൃതി പോകരുത്, ഈ വെള്ളം പൊങ്ങിയപ്പോൾ എൻ്റെ ഈ പെരയുടെ 2ാം നിലയിൽ ഇവിടെ വരെയും വെള്ളം കയറി ഞങ്ങൾ രണ്ടും മാത്രം ഇവിടെ ഉണ്ട്. കൊട്ടവഞ്ചിയൊക്കെ വന്നു. കൊട്ടവണ്ടി വന്നപ്പോൾ ഒരാൾക്ക് മാത്രമേ അതിൽ കയറുവാൻ പറ്റുകയുള്ളൂ, 2 പേർക്ക് കയറുവാൻ പറ്റത്തില്ല. എൻ്റെ മേഴ്സി കൊട്ടവഞ്ചി വന്നപ്പോൾ ഇവൾ ആ വള്ളത്തിൽ കയറി അങ്ങ് പോയി. അതിലൊക്കെ വലിയ സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമാണ്, എനിക്ക് നന്നായിട്ട് വർഷങ്ങളായിട്ടറിയാം. എൻ്റെ മേഴ്സി ഇവളൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല, ഇവൾ വഞ്ചിയെ കയറി അങ്ങ് പോയി. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, ലോകത്തിന്റെ സ്നേഹത്തിന് പരിധിയുണ്ടോ? ദൈവം എനിക്കും നിനക്കും തക്ക തുണകളെ തന്നിട്ടുണ്ടോ? എന്നാൽ അവസരത്തിനൊത്ത് കാലസ്ഥിതിക്കൊപ്പിച്ചു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലോ ഞാൻ ഓർപ്പിക്കട്ടെ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നിന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് എൻ്റെ കർത്താവുമായിട്ടാണ് ഈ നാളുകളിൽ എനിക്ക് നിനക്കും കൂട്ടായ്മയുള്ളത്. ഇന്ന് രാത്രി ആരെങ്കിലും വേദനയോട് വിഷയങ്ങളുടെ നടുവിലോ കണ്ണുനീരോട് ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ മാറും. പ്രിയപ്പെട്ടവർ വേണ്ടതുപോലെ കരുതിയില്ലെന്ന് വരോ, എന്നാൽ നിന്നെയും എന്നെയും കരുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. യഹോവ ഇരേ. ഏതെങ്കിലും വിഷയത്തിന്റെ നടുവിലോ ദൈവത്തിന്റെ കരുതലിന് വേണ്ടി ഭാരപ്പെട്ടോ ഇതിന്റെ നടുവിലായിരിക്കുന്ന ദൈവപൈതലേ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് കരുതലിടുവാൻ എന്റെ ദൈവം ശക്തനാണ്. അതുകൊണ്ട് നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേലോ ഇന്ന് ദൈവാത്മാവിൽ നിന്റെ ഹൃദയത്തോട് തന്നെ പറ, എന്റെ ദൈവം ശക്തനാണ്. എന്റെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വ്യതകൾക്ക് മാറ്റം തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. വാക്കിനാലും ക്രിയയാലും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഉണ്ടാക്കിയവന്, ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായവന്, എല്ലാത്തിന്റെ മേലും കർത്തൃത്വമുള്ളവന്, എല്ലാ നാമത്തിലും മേലായ നാമമുള്ളവന്. ഹല്ലേലൂയ. പാപത്തിന്റെ മേലും ശാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള കർത്താവ്, കല്ലറകളെ ഭേദിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ദൈവം. ഹല്ലേലൂയ. നീ ഞാനും ആരാധിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല, കല്ലറയിൽ ഒതുങ്ങിയ ദൈവമല്ല. റോമ ഗവൺമെന്റ് മുദ്രയെ ഭേദിച്ചുകൊണ്ട് പുറത്തു വന്ന കർത്താവാണ് നിന്റെയും എന്റെയും ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി നീ ഞാനും ആരാധിക്കുന്ന ദൈവം നിർജീവമല്ല. അനേകം മഹാന്മാരുടെ കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ എൻ്റെ യേശുവിന്റെ കല്ലറ ഇന്ന് തുറന്നു കിടക്കുന്നു. ഞാനും നീയും ആരാധിക്കുന്നത് ചെറിയ ദൈവമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും വേദനയോടിന്റെ നടുവിലുണ്ടെങ്കിലോ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ, നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും കരുതുവാൻ പ്രിയപ്പെട്ടവർ കരുതിയില്ലെന്ന് വരാം. ആഗ്രഹിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെ വേണ്ടവർ സഹായിച്ചില്ലെന്ന് വരാം.
എന്നാൽ നിന്നെയും എന്നെയും കരുതുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഏത് വിഷയത്തിൻ്റെ മേൽ ഇന്ന് രാത്രി ഭാരപ്പെടുന്നു, നിനക്ക് വേണ്ടി കരുതലയക്കുവാൻ എൻ്റെ പ്രാണപ്രിയൻ ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ആവർത്തനമെങ്കിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്കൊരു 50,000 രൂപയുടെ ഒരു ആവശ്യം വന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴല്ല, ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു 50,000 രൂപ ഒരു ആവശ്യമായി വന്നു. ആരോടെങ്കിലും മേടിച്ചാൽ അത് കടമായി കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. പിന്നെ ആങ്ങളമാരോടോ അല്ലെ ആരോടെങ്കിലും ചോദിച്ചാൽ ഒരു പക്ഷെ 50,000 രൂപ തരും. എനിക്ക് ആരോടും ചോദിക്കരുത്, എനിക്ക് 50,000 രൂപയും വേണം, മടക്കി കൊടുക്കാൻ അപ്പോൾ എനിക്ക് പറ്റത്തില്ല. ഇങ്ങനെ ഞാൻ ആവശ്യമായിരുന്നപ്പോൾ ഞാൻ പഞ്ചായത്തിൽ എൻ്റെ കസാരയിലിരിക്കുമ്പോൾ എൻ്റെ മുൻപിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അച്ചായൻ വന്നു. അച്ചായൻ ഇങ്ങനെ വന്നപ്പോൾ ദൈവം പെട്ടെന്ന് എൻ്റെ കസാരയ്ക്ക് ചുറ്റിനും ചിലരെ കൊണ്ടുവന്നു. മേഴ്സി മാമയെ വിളിക്കുന്നവരുണ്ട്, പ്രസിഡൻറ്റെ വിളിക്കുന്നവരുണ്ട്, സാറെ വിളിക്കുന്നവരുണ്ട്. എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല. ക്രമത്തിലധികം ചിലരെ ദൈവം പെട്ടെന്ന് അവിടെ കൊണ്ടുവന്നു. ഞാൻ കണ്ടു, അച്ചായൻ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ടു അച്ചായൻ എൻ്റെ കസാരയും എൻ്റെ പൊസിഷനും വളരെ ഇഷ്ടപ്പെട്ടു. അച്ചായൻ ദുബൈയിൽ നിന്ന് ഗൾഫിൽ നിന്ന് വന്നയാളാണ്. അച്ചായൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന വെച്ചോ, എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എന്നോട് ഇപ്രകാരം ചോദിച്ചു, മേഴ്സി നീ ഗൾഫിന് പോകാൻ വരുന്നോന്ന്. അപ്പം ഒക്കുന്നൊരു കാര്യമല്ലല്ലോ. ഞാൻ അച്ചായനോട് പറഞ്ഞു, അച്ഛാ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചുമ്മാ പറഞ്ഞതാ, പാൻ ഒക്കുന്ന കാര്യമല്ലല്ലോ. അച്ചായൻ പറഞ്ഞു, നാളെ ഈ സമയത്ത് ഞാനിവിടെ വരും, അപ്പോൾ നിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും 2 ഫോട്ടോയും തരണം. ഞാൻ ചിരിച്ച് പറഞ്ഞു വിട്ടു, അച്ഛാ പൊക്കോത്തെ കൊണ്ടുവരുമെന്ന്. ഞാൻ വീട്ടിൽ ചെന്ന് കുഞ്ഞോൻചാനോട് പറഞ്ഞു ഇതുപോലെ. അച്ഛൻ എന്നോട് ചോദിച്ചു, ഒക്കത്തില്ലല്ലോ. കുഞ്ഞോൻചാൻ ഒരെതിരും പറഞ്ഞില്ല, മിണ്ടിയുമില്ല. അപ്പം മൗന സമ്മതമായിട്ട് ഞാൻ ഉള്ളി വെറുതെ കാട്ടി, ഇതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. ഞാൻ പോകാൻ നേരം പിറ്റേ ദിവസം പഞ്ചായത്തിൽ പോകാൻ നേരം ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും എൻ്റെ പാസ്പോർട്ടും കോപ്പിയും ഫോട്ടോയും കൊണ്ടുപോകണം. അതിനും മറുപടി കിട്ടിയില്ല. ഞാൻ ഇതും കൊണ്ടങ്ങ് പഞ്ചായത്തിൽ ചെന്നു. ആ അച്ചായൻ അതേ സമയത്ത് പഞ്ചായത്തിൽ വന്നു. പ്രിയപ്പെട്ടവരെ, അച്ചായൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഫോട്ടോയും കൊണ്ടുപോയി. ഞാൻ തിരിച്ച് എന്ന് പറഞ്ഞതുപോലെ അച്ചായൻ കൊണ്ടുപോയിട്ടുണ്ട്. അച്ചായൻ പോയി 7-ാം പക്കം എന്നെ വിളിച്ചു, 3 മാസത്തേന് വിസ എടുക്കട്ടെ. ഞാൻ കിടുങ്ങിപ്പോയി. 3 മാസം നിൽക്കുന്ന നിപ്പിൽ ഞാൻ പറഞ്ഞു, അച്ഛാ സോറി കൊണ്ട് വരുന്നില്ല, അതിനിയും പറ്റത്തില്ലെന്ന് പറഞ്ഞു 23 ദിവസത്തേന് അച്ഛൻ വിസ തന്നു. പ്രിയപ്പെട്ടവരെ, ടിക്കറ്റ് വിസ ഫോണിൽ അയച്ചു തന്നു. എനിക്ക് പോകേണ്ടിയും വന്നു. ഞാൻ ആങ്ങളെയൊക്കെ ഉണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒത്തിരി പേരവിടെ ഉണ്ട്. അവിടെ ചെന്നു. ഞാൻ അവിടെ പലയിടത്ത് എനിക്ക് പല വീടുകളിൽ അറിയുന്ന ഒത്തിരി പേരുണ്ടല്ലോ. പോകുവാനും പ്രസംഗിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ അവസരം കിട്ടി. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിനായിരിക്കും ദൈവം അയച്ച്, മറ്റൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ പോരുന്നതിന് 2 ദിവസത്തേക്ക് മുമ്പ് കുറച്ച് ദിവസമായിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരാൾ എന്നോട് പറഞ്ഞു, മേഴ്സി എൻ്റെ കമ്പനി വരണം, ഞാൻ ഇന്നപ്പം വണ്ടി വിടുമെന്ന് പറഞ്ഞു. അച്ചായൻ വണ്ടി വിട്ടു. അവിടെ കമ്പനി പോയി. രാവിലെ കമ്പനി ചെന്ന് ഞാൻ 23-ാം തീയതി പോരുമെങ്കിൽ 21-ാം തീയതിത്തെ സംഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ ചെന്ന് കമ്പനിയിൽ എല്ലാവരെയും പരിചയപ്പെടുത്തി. എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിലെയാണ്, എൻ്റെ സഹോദരൻ്റെ ഭാര്യ എന്നെല്ലാം പുള്ളി പരിചയപ്പെടുത്തിയിട്ട് പുള്ളി പോരാൻ നേരം എൻ്റെ ഇത് നാട്ടിലെ 50,000 രൂപയുണ്ട്, മേഴ്സിയുടെ വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിച്ചോണം. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലപ്പോൾ കരയാറുണ്ട് ആ സംഭവം ഓർത്ത്. ഞാൻ ഈ നാട്ടിൽ കൊണ്ടുവന്ന് 50,000 രൂപയുണ്ട്. അതിൻ്റെ അടുത്ത വാചകമാണ് എന്നെ സ്പർശിച്ച എൻ്റെ കാല് തൊട്ട് തലവരെ പെരുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് മേഴ്സിയുടെ പ്രൈവറ്റ് ആവശ്യത്തിന് ഉപയോഗിച്ചോണം. ഞാൻ പറയട്ടെ, എല്ലാവരെയും ഗൾഫിൽ വിട്ടൊരു കടം വീട്ടുമെന്നല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്. എൻ്റെ ദൈവം വലിയവനാണ്. നിങ്ങളുടെ ഉറപ്പിനും ധൈര്യത്തിനും വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അനേകർ കടഭാരത്താൽ ഇപ്പോൾ സൊസൈറ്റിയിലൊക്കെ ആയതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ ഉദ്ദേശിക്കാത്ത പലരും സാമ്പത്തികമായി ഞെരുങ്ങുന്നുണ്ട്. കടഭാരത്താൽ അനേകർ ഞെരുങ്ങുന്നുണ്ട്. രോഗത്താൽ ശുശ്രൂഷിക്കുവാൻ വകയില്ലാതെ അനേകർ ഭാരപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടോ, എൻ്റെ ദൈവം സകലത്തിനും മതിയായവനാണ്. അവൻ ഒന്നിനും ആർക്കും കടക്കാരനല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നീ ഭാരപ്പെടുന്ന വിഷയം എന്തുമായിക്കൊള്ളട്ടോ, നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എൻ്റെ പ്രിയനെ കടന്ന് വിശ്വസിക്കാമോ? കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ ഇപ്രകാരം പറയും, സിമ്പിളായിരിക്കാം. എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നതോ, നിന്നെയും എന്നെയും പോറ്റുന്നൊരു ദൈവമുണ്ട്. കരുതലും പോറ്റലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലോ നിന്നെയും എന്നെയും പോറ്റുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അച്ഛൻ പറയുമ്പോൾ വിവാഹത്തിന് എന്തെല്ലാം പറഞ്ഞാണ് പരസ്പരം ഭാര്യയും ഭർത്താക്കളെയും ചേർപ്പിക്കുന്നത്, കൂട്ടിച്ചേർക്കുന്നത്. എന്നാൽ അതിൻ്റെയൊക്കെ പരിണിത ഫലം ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെയും എന്നെയും പോറ്റുന്നൊരു ദൈവമുണ്ട്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം
17-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു. ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബീനായ ഏലിയാവ്, വലിയ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലാത്ത ഏലിയാവ്, ഹല്ലേലൂയ. എന്നാൽ അവനൊരു നിശ്ചയമുണ്ടായിരുന്നു. അവൻ വിളിച്ചു പറയുകയാണ് രാജാവിനോട്, അല്ലയോ രാജാവേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നാം ഓർക്കണം, ഭരണകർത്താക്കളോട് വിളിച്ച് സംസാരമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആർക്കും സാധാരണക്കാർക്ക് ധൈര്യം വരത്തില്ല. എന്നാൽ ഏലിയാവ് വിളിച്ചു പറയുകയാണോ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അതുപോലെ സംഭവിച്ചു. എന്നാൽ ഏലിയാവിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നീ കെരീത് തോടിനരികെ ചെന്ന് ഒളിച്ചിരിക്കുക. എനിക്ക് അടുത്തതാണ് ഒത്തിരി രസം തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രി ഞാൻ പലതിങ്ങനെ ഓർത്തപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വന്നു. ദൈവം ഇവിടെ അപ്പവും ഇറച്ചിയും കൊടുക്കുവാൻ ആരെയാണ് ഏൽപ്പിച്ചത്? രാജ്യത്തെ പ്രധാനിയെ അല്ല, വലിയ പക്ഷികളെ അല്ല, വലിയ മൃഗങ്ങളെ അല്ല, കാക്കയെ ദൈവം ഏൽപ്പിച്ചു. ഹല്ലേലൂയ. ഒരിക്കലും ആർക്കും ഭക്ഷണം കൊടുക്കാത്ത കാക്ക, എങ്ങും കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്ന കാക്ക ദൈവം ഏൽപ്പിച്ചു. കാക്കേ, അല്ലയോ കാക്കേ, എന്റെ ഭക്തൻ കെരീത് തോട്ടിലായിരിക്കുന്നു, രാവിലെയും വൈകിട്ടും അവന് അപ്പവും ഇറച്ചിയും കൊടുക്കണം. ഹല്ലേലൂയ. നീ കഴിഞ്ഞ കാലങ്ങളിലോ നിന്റെ കെരീത് പറ്റിയ തോന്നിയ നിമിഷങ്ങളിലോ, ഹല്ലേലൂയ, കാക്കയുടെ വരവ് നിന്നു പോയെന്നോർത്ത് ഭാരപ്പെട്ട നിമിഷങ്ങളിലോ നിന്നെ പോറ്റിയൊരു ദൈവമില്ലേ? എങ്ങനെ നന്ദി പറയാതിരിക്കും? കടഭാരം തലയ്ക്കും ഇതേ കടന്നു വന്നപ്പോൾ, പെൺകുഞ്ഞ് ഭവനത്തിൽ വളർന്നു നിന്നപ്പോൾ, ഭവനം പണിത് കടഭാരമേറി വന്നപ്പോൾ നിന്നെ പോറ്റിയൊരു ദൈവമില്ലേ? അറിയപ്പെടാത്ത ഹസ്തങ്ങളെ നീട്ടി നിന്നെ മാനിച്ചില്ലേ? തലമുറയ്ക്ക് വേണ്ടി വഴി തുറന്നില്ലേ? ഇന്ന് രാത്രി നിന്റെ കടപച്ചിട്ട് മാറ്റി തന്നൊരു ദൈവമില്ലേ? നീ ഭാരപ്പെട്ട വിഷയത്തിൻ്റെ മേൽ ഹല്ലേലൂയ. ഗിലെയാദിലെ തിസ്ബിയിലെ തിസ്ബീനായ ഏലിയാവ്, വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും അവനില്ല. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ള ഏലിയാവ്. നാം പിന്നെയും വായിക്കുമ്പോൾ ഏലിയാവിനെ പറ്റി താഴോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ 18-ാം അധ്യായത്തിൽ വരുമ്പോൾ കർമ്മേലിന്റെ കൊടിമുടിയിൽ ബാലിന്റെ പ്രവാചകന്മാരെ തോൽപ്പിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. മുൻപിലത്തെ ഒന്നും വിശദീകരിക്കുവാൻ സമയമില്ലല്ലോ. ഹല്ലേലൂയ. ബാലിന്റെ പ്രവാചകന്മാരെ തോൽപ്പിച്ച ഒരു ഏലിയാവ്. ഹല്ലേലൂയ. ബാലിന്റെ പ്രവാചകന്മാരുമായി മത്സരിച്ച് ഹല്ലേലൂയ. 18-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നാം കാണുന്നു, ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെ പണിതു. ഇന്ന് രാത്രി യാഗപീഠത്തിന്മേൽ തീയിറങ്ങണമെങ്കിലോ നിന്റെയും എന്റെയും യാഗപീഠത്തിന്മേൽ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ കെട്ടിപ്പടുക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ബോധിപ്പിക്കുന്ന ചെറുതും വലുതുമായ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങൾ എന്തൊക്കെയോ ജീവിതത്തിന്റെ കുറവശങ്ങൾ ഇന്ന് രാത്രി കെട്ടിപ്പടുക്കുവാൻ നീ ഞാനും താല്പര്യപ്പെട്ടാൽ, മനസ്സ് വെച്ചാൽ, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഒത്തിരി വാക്ചാല്യങ്ങളൊന്നും വേണ്ട. 18:36 ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ ചെയ്യുന്നൊക്കെ നിന്റെ കൽപ്പന പ്രകാരമെന്നും ഈ ഇസ്രായേൽ അറിയുവാൻ സ്വർഗത്തിൽ നിന്ന് തീരങ്ങളോ. ഹല്ലേലൂയ. രാത്രി സ്വർഗത്തിലെ തീയിറങ്ങട്ടോ, ദഹിക്കേണ്ട ഭാഗങ്ങൾ ദഹിക്കട്ടോ, ബാലിന്റെ പ്രവാചകന്മാർ അറിയട്ടോ. ചിലർ ചോദിക്കാം, എന്തിനാ എല്ലാ ചൊവ്വാഴ്ചയും ഇത്രയും വലിയ യോഗം, എസ്സി റൂമൊക്കെ ഇട്ടോ, എന്തിനാണ് ഇത്രയും വലിയ കൂട്ടായ്മ, ലഘു കടിയൊക്കെ കൊടുത്ത് ചായയൊക്കെ കൊടുത്ത്, എന്തിനാണ്? അറിയണം, ചിലർ ഇസ്രായേലിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ബാലിന്റെ പ്രവാചകന്മാരെ തോൽപ്പിക്കുവാൻ ഇന്ന് രാത്രി ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ കെട്ടിപ്പടുക്കുവാൻ ദൈവസന്നിധി നമ്മെ സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. അല്ലയോ ഏലിയാവേ, പേരിയൊല്ലി ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വിളിക്കുന്നു. നിനക്ക് ഞെരുക്കമെന്ന് തോന്നുന്ന നിമിഷങ്ങളിലോ ഞാൻ കാക്കയെ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഭക്ഷണം തരുവാൻ താല്പര്യപ്പെടാത്ത കാക്ക അല്ലയോ രാവിലെയും വൈകിട്ടും കൃത്യമായി കൊണ്ടുതരുവാൻ ഈ കാക്കയെ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? നീ ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ ഒരുപക്ഷെ നായേക്കാ നിനക്ക് വേണ്ടി ദൈവം ചിലത് കൽപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങുവാൻ എഫെസ്യ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം, ദൈവത്തിന് പ്രസാദമായത് ഇന്നൊന്ന് പരിശോധിച്ചു കൊള്ളുവീൻ. പരിശോധിച്ചുകൊണ്ടോ ഓരോ ദിവസവും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം പ്രിയപ്പെട്ടവരെ. നിനക്ക് വേണ്ടി ചിലത് തുറന്നു തരുവാൻ, ചിലതിനെ നൽകി തരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അതുമാത്രവുമല്ല, നിന്റെയും എൻ്റെയും ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം, കരുതുന്ന ദൈവം, നിന്നെ പോറ്റുന്ന ദൈവം, നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം മുതൽ
മുതൽ നാം വായിക്കുമ്പോൾ അബ്രഹാം വെയിലാറിയപ്പോൾ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ നിൽക്കുന്നു. അബ്രഹാം ഓടിച്ചെന്നവരെ സ്വീകരിച്ചു. ഹല്ലേലൂയ. ഇന്ന് ആ മാന്യതയും സൽക്കാരവും എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ബഹുസമ്പത്തുകളുടെ ഉടമസ്ഥനായ അബ്രഹാം ഓടിച്ചെന്ന് അവരെ സ്വീകരിച്ചതായി നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, അവർക്ക് എളുപ്പം അവർക്ക് വേണ്ട ആദ്യത്തെ നടപടികളെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങിപ്പോകുവാൻ പറയുന്നു. അവരതനുസരിച്ച് നിൽക്കുന്ന 3 പേരെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിനകത്ത് സാറയുടെ അടുക്കൽ ചെന്നതായിട്ട് നാം അവിടെ വായിക്കുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, അതിവേഗത്തിൽ അബ്രഹാം പറയുന്നു 3 ഇടങ്ങഴി മാവ് കുഴയ്ക്കണം. ഞാനത് വായിക്കുമ്പോൾ ഓർക്ക് 3 പേർക്ക് 3 ഇടങ്ങഴി മാവ്. നമ്മളൊക്കെ സ്ത്രീകൾ അറിയാം 3 പേർക്ക് നമ്മൾ കുഴയ്ക്കുന്ന മാവ്. എന്നാൽ അബ്രഹാം പറയുകയാണ് 3 ഇടങ്ങഴി മാവ് കുഴയ്ക്കണം. അതിൽ തൻ്റെ കാളക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഏറ്റത് വിളയുമായ തേജസ്സുള്ള കാളക്കുട്ടിയെ അറുത്ത് അതിവേഗത്തിൽ ഭക്ഷണവുമായി സ്വീകരിക്കുവാൻ വരുന്ന ഒരു അബ്രഹാമിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടോ, നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, ദൈവങ്ങളെ സ്വീകരിച്ചാൽ, ദൈവങ്ങൾക്ക് വേണ്ടി മുതലിട്ടാൽ, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഓർക്കുന്ന ദൈവമാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, നിന്റെ ഭാര്യ സാറ എവിടെ? രാത്രി നീ ഭാരമേറുന്ന വിഷയങ്ങളുടെ നടുവില് നീ ആരോ, നിന്റെ വാർദ്ധക്യം എൻ്റെ ദൈവത്തിന് വിഷയമല്ല, നിന്റെ നിർജീവാവസ്ഥ എൻ്റെ ദൈവത്തിന് വിഷയമല്ല. നീ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേലോ നിന്റെ ആവശ്യം അറിഞ്ഞോ എൻ്റെ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ, നീ ദൈവമക്കൾക്ക് വേണ്ടി മുതല മുടക്കുന്നത് എൻ്റെ ദൈവം പ്രതിഫലം തരുവാൻ ശക്തനാണ്. നിന്റെ ഭാര്യ സാറ എവിടെ? അവിടെ ആവശ്യം അറിയിക്കുന്നതിന് മുമ്പ് അറിയുന്ന ദൈവം അടുത്ത വർഷം ഈ സമയം വരുമ്പോൾ നിന്റെ ആവശ്യം നിറവേറിയിരിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമേ, നീ ഏത് ആവശ്യത്തിന് മുൻപിൽ ഇത് നടുവിലായിരിക്കുന്നു? നീ ദൈവമക്കളെ സ്വീകരിച്ചിട്ടോ ഏറെ നാളുകളായി കരുതിയിട്ടോ നിനക്ക് പ്രതിഫലമില്ലയോ എന്നോർത്ത് ഭാരപ്പെട്ട് ആരെങ്കിലും നടുവിലുണ്ടെങ്കിലോ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെ ദൈവം കാണാതെ പോകുന്നവനല്ല. കാലദൈർഘ്യം വന്നാലും എൻ്റെ ദൈവം പ്രതിക്രിയ നടത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് നീ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേലോ, നീ ഭാവിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് രാത്രിക്കാലം നടുവിലായിരിക്കുന്നു. നിനക്ക് വേണ്ടി ഭാവി വെട്ടി തുറക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേലോ നിന്റെ ആവശ്യം അറിഞ്ഞ് നീ അറിയിക്കുന്നതിന് മുമ്പ് എൻ്റെ ദൈവം തരുവാൻ ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നതിന് നടുവിലായിരിക്കുന്നു, ഭർത്താവിന്റെ മദ്യപാനത്തെ ഓർത്ത്, പ്രിയ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത്, ചുറ്റുപാടിനെ ഓർത്ത് ഹല്ലേലൂയ, നീ നടുവിൽ ഭാരത്തോടായിരിക്കുന്നു, നിന്റെ നിന്നെ എടുത്തു മാറ്റുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. നിന്റെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും കരുതുന്ന ഒരു ദൈവം. എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ വലുതാ പ്രിയപ്പെട്ടവരെ, ചെറുതല്ല, വലുതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. നിന്റെ എന്ത് വിഷയമായിക്കൊള്ളട്ടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ പ്രിയന് അസാധ്യമായിട്ടൊന്നുമില്ല. ലൂക്കോസ് 1:37. എന്നാൽ എൻ്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുണ്ട്. കരയുന്ന ഒരു ദൈവം എൻ്റെ കണ്ണുനീരിന് മറികടക്കുവാൻ എൻ്റെ ദൈവത്തിന് അസാധ്യമാണ്. അതുകൊണ്ട് കരയുന്ന ദൈവത്തിനെ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം കണ്ണുനീർ തുടയ്ക്കുന്നവനാണ്. അന്നെ ഓർത്തവനാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് നിന്നെയും എന്നെയും എൻ്റെ ദൈവം ഓർക്ക്. അപ്പനും അമ്മയും മറന്നാലും എൻ്റെ പ്രിയൻ മറക്കയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പൂർണ്ണ ബലത്തോടെ പ്രാഗൽഭ്യത്തോട് വേണം ഈ ഹാള് വിട്ട് മടങ്ങിപ്പോകുവാൻ. ചില വർഷങ്ങളായി പ്രിയരാഴ്ച നടത്തപ്പെടുന്ന ഈ കൂട്ടായ്മയിൽ ഹല്ലേലൂയ, നമുക്കറിയാം സന്ധ്യാവേളയിൽ കിളികൾ കൂടുകളിലേക്ക് കയറി പോകുമ്പോൾ അതാ അടുത്തുള്ള മരക്കൊമ്പിലൊക്കെ ഇരുന്ന് അതിൻ്റെ തൂവലുകൾ കൊത്തിപ്പറിക്കുന്നത് നാം കാണാറുണ്ട്. അത് കൊത്തിപ്പറിച്ച് വൃത്തിയായി കൂട്ടിലേക്ക് കയറുന്നത് പോലെ നാളുകളായി നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥന മുഖാന്തരം നമ്മുടെ ചില കൊത്തിപ്പറിച്ച് കളയേണ്ട ചിറകുകൾ കരയുവാൻ ഇടയാകട്ടെ. വർഷങ്ങളായി ഓരോ നിമിഷവും പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് ഈ കൂട്ടായ്മ നമ്മെ നടത്തട്ടെ. ഇത് ദേശത്തിനൊരു നന്മയാകട്ടെ, കടന്നു വരുന്നവർക്ക് ഒരു വിടുതലാകട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് കരുതുന്ന ദൈവമാണ്. എൻ്റെ ദൈവം നിന്നെയും എന്നെയും പോറ്റുന്ന ദൈവമാണ്. എൻ്റെ കർത്താവ് ആവശ്യങ്ങൾ
അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പൂർണ്ണ പ്രാഗൽഭ്യത്തോട് വേണം ഈ ആലയം വിട്ട് മടങ്ങിപ്പോകുവാൻ. എൻ്റെ കർത്താവ് അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവേ. ഇന്ന് രാത്രി നമ്മുടെ ചിന്താകുലങ്ങൾ പൂർണ്ണമായി പ്രിയൻ്റെ മേലിട്ടുകൊണ്ടോ. സൗഖ്യദായകനായ കർത്താവ് കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന പ്രിയൻ, നമ്മെ പോറ്റുന്ന പ്രിയൻ. ഒരു മാതാവ് പ്രകാരം പോറ്റുമോ അതിലുപരിയായി അമ്മ മറന്നാലും മറക്കാത്ത ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവൻ നമ്മൾക്കായി കരുതുന്നാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവേൻ. കരുതുന്ന ദൈവം, ആവശ്യങ്ങൾ അറിയുന്നവൻ, നിന്നെയും എന്നെയും പോറ്റുന്ന ദൈവം. ഈ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.